വേഗത്തിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള ഹൃദയത്തിന്റെ സന്തോഷം, ഹൃദയത്തിന്റെ ആനന്ദം, പ്രത്യാശ അതൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന അവന്റെ വചനം ഈ നമ്മളുടെ കരങ്ങളിലേക്ക് അത് തരുവാൻ തക്കവണ്ണം ഒരു യോഗ്യതയും നമുക്കില്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മളെ അതിനായിട്ട് കണ്ടു, നമ്മളെ തിരഞ്ഞെടുത്തു. യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല. ഈ ഒരു പ്രാവശ്യം കൂടി ഈ പകൽ സമയത്ത് ഈ തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ ഇന്ന് പകൽക്കാലം കർത്താവിന് മഹത്വം കൊടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മളുടെ തോറ പോർഷൻ, തോറ റീഡിങ് വിസോത് ഹാ ബറാഖ. നമ്മൾ അതിന്റെ എബ്രായ പദമാണ് എഴുതിയിരിക്കുന്നത്, വിസോത് ഹാ ബറാഖ. ബറാഖ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബ്ലെസ്സിങ് എന്നാണ്. ബ്ലെസ്സിങ്, അനുഗ്രഹം എന്നാണ്. വിസോത് ഹാ ബറാഖ എന്ന് പറഞ്ഞാൽ ആൻഡ് ദിസ് ഈസ് ദ ബ്ലെസ്സിങ്. ഇത് അവരെ അനുഗ്രഹിച്ചു പറഞ്ഞതാവിത് എന്ന് മോശ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിപ്പാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചക്കാലം നമുക്ക് യഹോവയുടെ ഉത്സവങ്ങളെ കുറിച്ച് ചിന്തിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. കാഹളധ്വനി പെരുന്നാള്, മഹാപാപപരിഹാര ദിവസം, അതുപോലെ സുക്കോത്ത് അവന്റെ കൂടാര പെരുന്നാള്. അപ്പോൾ ഇന്ന് ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു ദിവസം അതിന്റെ 7 ദിവസത്തെ ഉത്സവത്തിന് ശേഷം 8ാം ദിവസം അതിപ്രധാനമായ ഒരു ദിവസമാണ് അവരാഘോഷിക്കുകയല്ല, നമ്മുടെ തിരുവചനത്തിൽ പറയുന്നു. ആ ആഘോഷത്തിന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന അവരുടെ വിലയേറിയ സമയത്തിന് ദൈവം അവിടെ കൊടുത്തിരിക്കുന്ന പേര് ഷിമിനി അഡ്സറത്ത് എന്നാണ്. ഷിമിനി അഡ്സറത്ത് എന്ന് പറഞ്ഞാൽ 8ാം ദിവസത്തെ പെരുന്നാൾ. 7 ദിവസത്തെ ആഘോഷത്തിന് കൂടാരത്തിനകത്ത് വസിച്ചതിന് ശേഷം 8ാം ദിവസം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു ആവർത്തന പുസ്തകം 33-34 അധ്യായം. ഇതോടുകൂടി തോറയുടെ ഏറ്റവും ലാസ്റ്റിലെ 2 അധ്യായങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഷിമിനി അഡ്സറത്തിന്റെ അന്നത്തെ ദിവസം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷിംഖത്ത് തോറ. ഷിംഖത്ത് തോറ എന്ന് പറഞ്ഞാൽ അവരുടെ ആ തോറ ചുരുൾ അവർ ലാസ്റ്റ് വരെയും തുറന്നു കഴിഞ്ഞു. ഒരു ചുരുട്ടി ആദ്യത്തെ ഭാഗം ചുരുട്ടി ലാസ്റ്റ് ഭാഗം ഡ്യൂട്രോണമി 33-34 വരെയും കഴിഞ്ഞതിന് ശേഷം ഈ ഷിമ്നി അഡ്സറത്ത് 8ാമത്തെ ദിവസം ഇവരെന്ത് ചെയ്യും? ഇതിനെ തിരിച്ചു ചുരുട്ടി വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് അവർ കടന്നു പോകും. അത് അവരെ സംബന്ധിച്ച് അവർക്കൊരു വലിയ ആഘോഷമാണ്. ദൈവത്തിന്റെ വചനം വീണ്ടും വായിക്കുക, വീണ്ടും അതിനെക്കുറിച്ച് ധ്യാനിക്കുക എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ വിലയേറിയ ഒരു അവസരമാണ്. ഒരു തവണ ആ ചുരുള് വായിച്ചു തീർക്കുവാൻ, ധ്യാനിക്കുവാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പുരുഷായുസിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവർക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോറ പോർഷനാണ് വിസോത് ഹാ ബറാഖ ആൻഡ് ദിസ് ഈസ് ദ ബ്ലെസ്സിങ്. ഇത് മോശ അവരെ അനുഗ്രഹിച്ച് പറഞ്ഞതാവിത് എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, ആൻഡ് ദിസ് ഈസ് ദ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതോട് ചേർത്ത് ആവർത്തന പുസ്തകം 33-34 ചേർത്ത് തന്നെ നമുക്ക് ധ്യാനിപ്പാനായിട്ടുള്ളത് യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം, അതിന്റെ 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങള്. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും വാക്യങ്ങളാണ് നമ്മൾക്ക് ഇന്ന് ധ്യാനിപ്പാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്പോൾ വിസോത് ഹാ ബറാഖ, ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ മോശ കനാൻ നാട്ടിലേക്ക് നോക്കുകയാണ് വിശ്വാസത്തോടെ. യഹോവയായ ദൈവം പറഞ്ഞു, നീ കനാൻ നാട്ടിൽ കടക്കത്തില്ല, നീ ഇവിടെ യോർദാൻ നിക്കരെ തന്നെ, നീ അവിടെ കൊണ്ട് നിന്റെ ആയുസ് തീരുകയാണ് എന്ന് പറഞ്ഞിട്ട് മോശ ഒരു ദൈവത്തോട് ചോദിച്ചിട്ടും ദൈവം മോശയെ കടത്തിവിടുന്നില്ല അങ്ങോട്ട്. അങ്ങനെ മോശ വിശ്വാസത്തോടെ കനാൻ നാട്ടിലേക്ക് നോക്കുന്ന ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം, എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത്. ഇവിടെ നമ്മൾ കണ്ടു വിസോത് ഹാ ബറാഖ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആൻഡ് ദിസ് ഈസ് ദ ബ്ലെസ്സിങ്. ദ ഫസ്റ്റ് വേർഡ്സ് ഇൻ ദ പാർഷ, ഇറ്റ് കവേഴ്സ് ഡ്യൂട്രോണമി ചാപ്റ്റർ 33 verses 1 throughout 34 verse 12. 33-34 അധ്യായങ്ങൾ. അത് എബ്രായ ചുരുളില് ആദ്യം തുടങ്ങുന്ന വാക്കാണ് ആൻഡ് ദിസ് ഈസ് ദ ബ്ലെസ്സിങ്. നമ്മളത് മലയാളത്തിൽ വായിച്ചാൽ ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹം ആവിത്. ആൻഡ് ദിസ് ഈസ് ദ ബ്ലെസ്സിങ്. അനുഗ്രഹിച്ച അനുഗ്രഹം ആവിത്, വിസോത് ഹാ ബറാഖ. സോ അപ്പോഴ്
നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പാർഷ എന്ന് പറഞ്ഞാൽ പോർഷൻ ആ പറയുന്നത്. സെറ്റ് ഔട്ട് ദ ഫെയർവെൽ ബ്ലെസ്സിംഗ് ഓഫ് മോസസ് ഫോർ 12 tribes of Israel and concludes with the death of Moses, then appointment of the next leader Joshua. ഇവിടെ നമുക്ക് 33-34 അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മോശ ഇസ്രായേൽ മക്കൾക്ക് മരിക്കുന്നതിന് മുമ്പ് അന്തിമമായിട്ട് കൊടുക്കുന്ന ഫെയർവെൽ ബ്ലെസ്സിംഗ്, അവസാന മൊഴികൾ, അന്ത്യമൊഴികൾ. അതിനുശേഷം 34-ാമത്തെ അധ്യായത്തില് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു, പിസ്ഗയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു. അവിടെ മോശ മരിക്കുന്നു, ദൈവം മോശയെ അടക്കുന്നു. അതിനുശേഷം യോശുവയുടെ പുസ്തകം തുടങ്ങുകയാണ്. 34-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു, അതെ, യോശുവയെ കൈവച്ച് അവൻ അനുഗ്രഹിച്ചു. മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ജ്ഞാനപൂർണനായി തീർന്നു. അങ്ങനെ യോശുവയുടെ മേൽ തന്റെ ദൗത്യം ഇവിടെ തീർന്നു. ഇനി അടുത്തത് ഇസ്രായേൽ മക്കളെ നയിക്കേണ്ട ദൗത്യം മോശ ഏൽപ്പിക്കുന്ന ഭാഗമാണ് 34-ൽ കാണുന്നത്. യോശുവയുടെ പുസ്തകം 1 തൊട്ടുള്ള വാക്യങ്ങൾ അടുത്ത നമ്മുടെ വേദഭാഗത്ത് കാണുന്നത് യോശുവ അത് തുടരുന്നു. 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന തോറ ഇവിടെ തീരുക. ഇതിനാണ് തോറ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ. അത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ല, യഹൂദന്മാരുടെ വാക്കല്ല. തോറ എന്ന് പറഞ്ഞാൽ അത് എബ്രായ പദമാണ്. നമ്മളുടെ കയ്യിലിരിക്കുന്ന തിരുവചനത്തിലെ ആദ്യത്തെ 66 പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 1 തൊട്ട് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളെയാണ് തോറ അഥവാ സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്ത് എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ എപ്പോഴെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അത് ഈ 5 പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് തോറ ഈസ് ബെത്ത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ന്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ആദിയിൽ. അതിന്റെ എബ്രായ പദമാണ് ബറാഷിത്ത്. ബറാഷിത്ത് തുടങ്ങുന്നത് എവിടെയാണ്? ബ എന്നുള്ള വാക്കാണ്. ബ എന്നുള്ള വാക്കിൽ തുടങ്ങുന്നു. And the last letter of the Torah, ഈ ആവർത്തന പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് ഏതാണെന്ന് അറിയാമോ? ഇസ്രായേൽ എന്നുള്ള വാക്കാണ്. അവിടെ നമുക്ക് മലയാളത്തിൽ അത് കിട്ടത്തില്ല. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ആ ഇസ്രായേൽ എന്നുള്ള വാക്കാണ് തോറ സ്ക്രോളിലുള്ള ഏറ്റവും അവസാനത്തെ വാക്ക്. അപ്പം ഇസ്രായേൽ, എൽ, ലാമദ്. അപ്പോൾ ആദ്യത്തെ അക്ഷരമേത ബെത്ത്, ഒടുവിലത്തെ അക്ഷരമേത ലാമദ്, ഇസ്രായേലിന്റെ എല്ല്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാല് വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കുമ്പോഴ് ലാമദും ബത്തിന് വേ എന്നും പറയും. ഇതിന് രണ്ടിനും ഒറ്റ അക്ഷരം തന്നെയാണ്. കൂട്ടി വായിക്കുമ്പോൾ ലവ് എന്നാ വായിക്കുന്നത്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് എന്ന് അതിന്റെ അർത്ഥം, ഹൃദയം എന്നാണ്. എബ്രായ പദത്തിൽ ഹൃദയം എന്നാണ് അതിന്റെ അർത്ഥം. സജസ്റ്റിംഗ് ദാറ്റ് ദ എൻറ്റയർ തോറ ഫ്രം ദ ഫസ്റ്റ് ലെറ്റർ ടു ദ ലാസ്റ്റ് ലെറ്റർ ഇറ്റ് റിവീൽസ് ദ ഹാർട്ട് ആൻഡ് ദ ലവ് ഓഫ് ഗോഡ് ഫോർ us. എന്ന് പറഞ്ഞാൽ 31 മുതൽ ആവർത്തന പുസ്തകം 34-ന്റെ 12 വരെ എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? ദൈവമായ യഹോവയുടെ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ ഹൃദയവും അവന്റെ സ്നേഹവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന കൽപ്പന നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ കണ്ടു ലവ്, ബറാഷീത്തിന്റെ ലയും അതുപോലെ ഇസ്രായേലിന്റെ ലും കൂടെ ചേർത്ത് ലവ്, ഹാർട്ട്. അടുത്തതായിട്ട് നമ്മൾ കണ്ടു ബറാഷിത്ത്, ആദ്യത്തെ വാക്ക് ഏതാണ്? ആദിയിൽ. അതുപോലെ 66 പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്ക് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്ക് ഏതാണ്? ആമേൻ. ആമേൻ. ആമേൻ എന്നുള്ള വാക്കിന്റെ ഏറ്റവും ലാസ്റ്റിലെ ലെറ്റർ ഏതാണ്? നൂൻ, എൻ. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബയും എന്നും കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബെന്ന്. ബെന്ന് പറഞ്ഞാൽ എന്താണ്? സൺ, പുത്രൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1 മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ 22-ാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം ആമേൻ വരെ വായിക്കുമ്പോൾ ഇറ്റ് റിവീൽസ് ദ പേഴ്സൺ ഓഫ് ഗോഡ്, ദ സൺ ഫോർ us. For us a son is given. നമുക്ക് ഒരു പുത്രനെ നൽകിയിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളുടെ കയറങ്ങളിൽ ഇരിക്കുന്ന തിരുവചനത്തിന്റെ അതിന്റെ അർത്ഥവും അതിന്റെ വ്യാപ്തിയും അതിന്റെ ഒറിജിനൽ ഹീബ്രുവിലൊക്കെ പോയി പഠിക്കുമ്പോഴേ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ കണ്ടു തിരുവെഴുത്ത്, ഈ തോറയുടെ ആദ്യ അവസാനത്തെ അക്ഷരം
ഹാർട്ട്, ഹൃദയം കാണിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയവും അവന്റെ സ്നേഹവും. 66 പുസ്തകത്തിന്റെ ആദ്യത്തെ അക്ഷരവും ബേവും ഏറ്റവും ലാസ്റ്റിലെ നൂനും കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ബെന്ന്, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്കൊരു മകൻ, നമുക്കൊരു പുത്രനെ ലഭിച്ചിരിക്കുന്നു, നമുക്ക് ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. For us a son is given. കടന്നു വരാം അടുത്തതിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലാസ്റ്റിലെ ഭാഗമായതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞത്. വിസോത്ത്, ദിസീസ് എന്ന് പറഞ്ഞാൽ ഇത്, ആവിത്. എന്റെ മലയാളത്തിലെ വാക്ക് ആവിത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്ന നമുക്ക് വേറൊരു ഭാഗം കാണാൻ സാധിക്കും. വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. Now what is interesting is when Jacob ended his blessing with the word Bizoth. ഉൽപ്പത്തി പുസ്തകം 49:28 അവിടെ ഇതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ഒരു അനുഗ്രഹമുണ്ട്. ആരാണ്? യാക്കോബ് തന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്നു. 49-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തില് അവിടെ പറയുന്നു, ഇസ്രായേൽ ഗോത്രം 12 ഇവയാകുന്നു, അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ, ബെത്സോത്ത് എന്നുള്ള വാക്ക് അവിടെയും വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആവർത്തന പുസ്തകം 33:1 മോശ എന്താണ് ചെയ്യുന്നത്? അവിടെ യാക്കോബ് പറഞ്ഞ് അവസാനിപ്പിക്കുക. യാക്കോബ് തന്റെ മക്കൾക്ക് അനുഗ്രഹങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ വാക്യമാണ് നമ്മൾ 28 വായിച്ചത്. എന്നാൽ ഇവിടെ മോശ ആരംഭിക്കുകയാണ്. 33:1 മോശ ആരംഭിക്കുകയാണ്. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹം ആവിത്. അതിന്റെ അർത്ഥം എന്താ മനസ്സിലാവുന്നത്? അത് യാക്കോബ് അവിടെ തുടങ്ങി വെച്ചത്, യാക്കോബ് അവിടെ അനുഗ്രഹിച്ച് അവസാനിപ്പിച്ചു വെച്ചത് ഇവിടെ മോശ തുടങ്ങുക ചെയ്യുന്നത്. ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവപുരുഷനായ മോശ എന്ന് 33 നമ്മൾ വായിച്ചു. രണ്ട് ഭാഗത്ത് മാത്രമേ ഈ വേദപുസ്തകത്തിൽ മോശയെ കുറിച്ച് ദൈവപുരുഷൻ എന്ന് പറയുന്നുള്ളൂ. ഒന്ന് ഇവിടെ 33:1, പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു സങ്കീർത്തനം 90 ദൈവപുരുഷനായ മോശ എന്നവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് യാക്കോബ് തന്റെ മക്കളെ പറഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നതിന്റെ അവസാനം ഇത് തന്നെ എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ മോശ തുടങ്ങുന്നു 33:1 അനുഗ്രഹിച്ച അനുഗ്രഹം ആവിത്. എന്താണ് ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജേക്കബ് ആസ് എ ഫാദർ ബ്ലെസ്സസ് ദം റൈറ്റ് ഡൗൺ their birth order from Reuben to Benjamin. യാക്കോബ് എങ്ങനെയാ അനുഗ്രഹിക്കുന്നത്? യാക്കോബ് ഒരു അപ്പനായിട്ട് നിന്നുകൊണ്ട്. യാക്കോബ് അവരുടെ രക്തത്തിലുള്ള അപ്പനാണ്, രക്തബന്ധത്തിലുള്ള അപ്പനാണ്. അപ്പൻ നിന്നുകൊണ്ട് മൂത്ത മകനായ റൂബൻ തൊട്ട് ഏറ്റവും ഇളയ മകനായ ബെഞ്ചമിൻ വരെ ഇൻഡിവിജ്വലി ആളാം വീതം അനുഗ്രഹിക്കുന്ന അപ്പനെ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ? ഉൽപ്പത്തി പുസ്തകത്തില്. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ വരുമ്പോൾ മോശ ഓൺ ദ അതർ ഹാൻഡ് ആസ് എ ലീഡർ, അവനൊരു നായകനായിട്ട് നിന്നുകൊണ്ട് അതെ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഇവര് മക്കൾ ഓരോരുത്തരല്ല, ഇവിടെ വന്നപ്പോഴത്തേന് ഇവർ ഓരോ ഗോത്രങ്ങളായി മാറിയിരിക്കുക. റൂബേൻ ഗോത്രം, ദാൻ ഗോത്രം, ഇസാഖാർ ഗോത്രം, യഹൂദ ഗോത്രം, ലേവി ഗോത്രം, അങ്ങനെ ഗോത്രങ്ങളായിട്ട് മാറി. യാക്കോബ് അവരെ ഓരോ മക്കളായിട്ട് അവിടെ കണ്ട് അനുഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ മോശ വരുമ്പോഴത്തേന് അവിടെ ഗോത്രങ്ങളായിട്ട് തീർന്നു, അവർ പെരുകി അവര് ആയിരക്കണക്കിന് ജനങ്ങളായിട്ട് അവിടെ തീർന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ യാക്കോബ് അവരെ അനുഗ്രഹിക്കുമ്പോൾ ഹി ഗോട്ട് എ ഫീൽ ഓഫ് എ ഫാദർ, ഒരപ്പന്റെ ഒരു സമീപനം അവിടെ യാക്കോബ് കാണിക്കുന്നത്. എന്നാൽ മോശയോട് അനുഗ്രഹിക്കുമ്പോൾ അങ്ങനല്ല. മോശ ഓൺ ദി അതർ ഹാൻഡ് ഹി വാസ് ലൈക്ക് എ ടീച്ചർ, അവരുടെ ഒരു അധ്യാപകനായിട്ട്, അവരെ നയിക്കുന്ന ഒരാളായിട്ട് തന്നെയല്ല, അവരെ റൂൾ ചെയ്യുന്ന ഈ കാലങ്ങളൊക്കെ അവരെ നയിച്ചുകൊണ്ട് വന്ന അവരുടെ ഒരു രാജാവായിട്ട് ഈ ഭൂമിയിൽ അവരെ നയിക്കുന്നവരുടെ മുൻപിൽ നിന്ന് അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ നയിക്കുന്ന ഒരു രാജാവായിട്ട്, നായകനായിട്ടാണ് മോശ ഇവിടെ ഇവരെ അനുഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു ഒരപ്പൻ, ഒരു രാജാവ്, ഫാദർ ആൻഡ് കിങ്. ഞാൻ ഇത് പറയാനായിട്ടാണ് ഈ യാക്കോബിനെയും മോശയും എടുത്തത്. നോക്കണം, ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ദൈവം, നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഈ രണ്ട് ടൈറ്റിലും അവൻ കരങ്ങളിൽ എടുത്തിട്ട് അവൻ പിതാവാണ്, അതേസമയം അവൻ നമ്മളുടെ രാജാവാണ്.
പലപ്പോഴും വിശ്വാസികൾക്ക് ഒരു പിതാവായിട്ട് അവന്റെ മടിയിലിരുന്ന് കളിക്കാനും ലാളന അനുഭവിപ്പാനും അവന്റെ തലോടൽ അനുഭവിപ്പാനും പോട്ടുകുഞ്ഞെ സാരമില്ല ആശ്വാസം പറയാനും ചോദിക്കുന്നതെല്ലാം തരാനും അങ്ങനെയുള്ളൊരു പിതാവിനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരെയാണ് നമ്മൾ ചുറ്റുപാടും കാണുന്നത്. എന്നാൽ അതേ സമയത്ത് നാണയത്തിന് മറ്റൊരു വശമുണ്ട്. അവൻ രാജാവ്, അവൻ ഭരിക്കുന്നവനാ, അവൻ രാജാവാണ്, അവൻ ഉന്നതത്തിൽ ഇരിക്കുന്നവൻ, അവന്റെ കീഴിൽ ഉള്ള അവന്റെ കിങ്ഡത്തിലെ അവന്റെ രാജ്യത്തിലെ ഓരോ വ്യക്തികളാണ് നമ്മൾ ആ രാജ്യത്തിലെ ഓരോ മെമ്പേഴ്സാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നുപോകും. സോ ഹീസ് എ ഫാദർ ആസ് വെൽ ആസ് ഹീസ് എ കിങ്. അതുകൊണ്ടാണ് ദൈവം അവന്റെ പേരെടുത്തിരിക്കുന്നത്. അവന്റെ പേര് ഹീബ്രുവിൽ ഇങ്ങനെ പറയുന്നത് അവീനു മൽക്കീനു. അവീനു മൽക്കീനു എന്ന് പറഞ്ഞാൽ, അവീനു എന്ന് പറഞ്ഞാൽ ഫാദർ, അബ്ബ ഫാദർ, അവീനു മലക്, മെൽക്കീനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ്. ഹീസ് അവർ ഫാദർ ആൻഡ് ഹീസ് അവർ കിങ്. ഇവിടെ യാക്കോബ് അനുഗ്രഹിക്കുന്നു, ഇവിടെ രാജാവായി നിൽക്കുന്ന നായകനായിട്ട് നിൽക്കുന്ന മോശ അനുഗ്രഹിക്കുന്നു. ഇതിൽ നമുക്ക് വെളിപ്പെട്ട് വരുന്നത് ദൈവം നമുക്ക് അവൻ പിതാവാണ്, അതേസമയം അവൻ നമ്മളുടെ രാജാവാണ്. ഇനിയും യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് എന്താ കാണുന്നത്? തന്റെ മക്കളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത് പോയിന്റും വീക്ക് പോയിന്റും ഒക്കെ കണ്ടിട്ടൊരു റിപ്പോർട്ട് എഴുതുന്നു. എന്നാൽ മോശ ഇവിടെ ഒരു രാജാവായിട്ട് നിന്നുകൊണ്ട്, മോശ അവരുടെ നായകനായിട്ട് നിന്നുകൊണ്ട്, മോശ അവരുടെ ഒരു അധ്യാപകനായിട്ട് നിന്നുകൊണ്ട് അവരുടെ വീക്ക്നെസ്സും അവരുടെ സ്ട്രോങ് പോയിന്റും അവരുടെ വീക്ക് പോയിന്റും കണ്ടിട്ട് റിപ്പോർട്ട് എഴുതുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തില് ഒരു പിതാവ് കൊടുക്കുന്ന റിപ്പോർട്ട്, ഫാദേഴ്സ് റിപ്പോർട്ട് കാർഡ് എവിടെ? ഉൽപ്പത്തി 49:28. എന്നാല് ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 33 അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു ടീച്ചറിന്റെ റിപ്പോർട്ട് കാർഡാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളിത് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഇത് വളരെ അനുഗ്രഹമാണ്. നമുക്കവിടെ പിതാവാൻ ദൈവത്തിന്റെ ഹൃദയം കാണാൻ സാധിക്കുന്നു, അവന് നമ്മളുടെ ജീവിതത്തിലുള്ള സ്ഥാനം കാണാൻ സാധിക്കുന്നു. നമ്മൾ ഇന്ന് മക്കളായിട്ട് തന്നെയല്ല, പിന്നെയോ നമ്മൾ രാജ്യത്തിന്റെ അംഗങ്ങളാണ്, നമ്മൾ അംബാസഡേഴ്സ് ആണ്, നമ്മൾ സ്ഥാനാധിപതികളാണ്, അവനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇവിടെ നമ്മൾ വായിച്ചു ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബ്ലെസ്സിങ്? നമ്മളെല്ലാവരും എപ്പോഴും ഒരു ദിവസം പല പ്രാവശ്യം പ്രാർത്ഥനയിൽ കൂടെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും മെസ്സേജ് പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാം മുന്തി നിൽക്കുന്ന ഒരു വാക്ക് അനുഗ്രഹം. അതിനൊരു കുഴപ്പവുമില്ല. വാട്ട് ഈസ് മെൻ ബൈ ബ്ലെസ്സിങ്? ഈ അനുഗ്രഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഉൽപ്പത്തി പുസ്തകം 1:28 അവിടെ ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആദമിനെ അനുഗ്രഹിച്ചു. 1:28 അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്. അതെ, ദൈവം അവനെ അനുഗ്രഹിച്ചു. Then God blessed them. അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീൻ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ബ്ലസ്ഡ്, ദൈവം അവരെ അനുഗ്രഹിച്ചു. ബ്ലെസ്സിങ് എന്നുള്ള വാക്ക് ഇവിടെ തിരുവചനത്തിൽ ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. ഒന്ന് നിർവചിക്കാമോ എന്താ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ? എന്താ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ചോദിക്കുന്നല്ല, എനിക്ക് കിട്ടുന്നതാണോ അനുഗ്രഹം? ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് എന്റെ മടിയിലോട്ട് തരുമ്പോൾ ഓ ദൈവം എന്നെ അനുഗ്രഹിച്ചു, സന്തോഷിപ്പിച്ചൊരു വചനം ഞാൻ എഴുന്നേറ്റെന്ന് പറയുന്നതാണോ അനുഗ്രഹം? വാട്ട് ഈസ് ബ്ലെസ്സിങ്? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു എക്സ്പീരിയൻസ്, എൻജോയ് ആൻഡ് എക്സ്റ്റെൻഡ്. ഈ 3 വാക്ക് ഓർക്കണം. എക്സ്പീരിയൻസ്, എൻജോയ് ആൻഡ് എക്സ്റ്റെൻഡ്. അനുഭവിക്കുക, ആസ്വദിക്കുക, എക്സ്റ്റെൻഡ്, നമ്മുടെ കരങ്ങളെ നീട്ടുക. എന്തിനു വേണ്ടിയിട്ട്? ദ ഗുഡ്നെസ് ആൻഡ് ദ ഫേവർ ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ് ആൻഡ് ടു അതേഴ്സ്. എന്റെ ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ പ്രസാദവും അവന്റെ നന്മയും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുകയും ആസ്വദിക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് അനുഗ്രഹം. ഇതാണ് അനുഗ്രഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം. 33-2 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ആവർത്തന പുസ്തകം 33:2 അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വരുന്നു, അവർക്ക് സേരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു, അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലം കൈയിൽ ഉണ്ടായിരുന്നു. ഫ്ലാഷിംഗ് ലൈറ്റ്നിങ്,
ഫയർ ഓഫ് നോളജ് ഇഷ്ദാത്ത് എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം. അഗ്നിമയമായ പ്രമാണം. ഇവിടെ നമ്മൾ പല വാക്കുകൾ വായിച്ചു. സീനായി, പാറാൻ, സെയീർ ഒന്നും വായിക്കുമ്പോൾ നമ്മളൊന്നും ഇതിനെക്കുറിച്ചൊന്നും ആഴത്തിൽ പോയി പഠിക്കാറില്ല. പക്ഷെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന അവസരങ്ങൾ എനിക്കും നിങ്ങൾക്കും അത് ഒരുപോലെ നമുക്കത് പഠിക്കാൻ നല്ലൊരു അവസരമാണിത്. ഒരു വാക്കിവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അഗ്നിമയമായ പ്രമാണം. പ്രാർത്ഥനയിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നു അഗ്നിമയമായ ഒരു പ്രമാണം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നു. ഫ്ലാഷിംഗ് ലൈറ്റ്നിങ്, അത് തീയുള്ളൊരു പ്രമാണമാണ്. ഇറ്റ് ഈസ് എ ഫയർ ഓഫ് നോളജ് എന്നാണ് അതിന്റെ അർത്ഥം. ഇഷ് ദാത്ത്, ഇഷ് എന്ന് പറഞ്ഞാൽ തീയ്, ദാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് എന്നാണ് അതിന്റെ അർത്ഥം. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു. അഗ്നിമയമായ പ്രമാണത്തെ കുറിച്ച് മാത്യു ഹെൻറി തന്റെ കമന്ററിയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിച്ചപ്പോഴേക്കും നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. ഇതിന്റെ പ്രമാണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇഫ് റിസീവ്ഡ്, ഞാനത് ഏറ്റെടുത്താൽ, ഇറ്റ് ഈസ് മെൽറ്റിംഗ്, ഇറ്റ് ഈസ് വാർമിംഗ്, ഇറ്റ് പ്യൂരിഫൈങ് ആൻഡ് ബേൺസ് ദ ഡ്രോസ് ഓഫ് കറപ്ഷൻ. അത് ഞാൻ ഏറ്റെടുത്താൽ, ഈ അഗ്നിമയമായ പ്രമാണം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എന്നെ ഉരുക്കും. അതെന്നെ അവന്റെ ചൂടിന്റെ മറവിൽ എന്നെ സൂക്ഷിക്കും. അതെന്നെ പ്യൂരിഫൈ ചെയ്യും, അതെന്നെ ശുദ്ധീകരിക്കും. അതെന്റെ അകത്ത് എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ അതിനെല്ലാം പുറത്താക്കി കളയും. ബട്ട് ഇഫ് ഐ റിജക്റ്റ് ഇറ്റ്, എന്നാൽ ഞാൻ അതിനെ തിരസ്കരിക്കുന്നു, ഞാൻ അതിനെ പുറംതിരിയുന്നു എങ്കിൽ ഇറ്റ് ഹാർഡൻസ്, അതെന്റെ ഹൃദയത്തെ കഠിനമാക്കും, അതെന്റെ ഹൃദയത്തെ കത്തിച്ച് ചാമ്പലാക്കി കളയും, അതെന്റെ ജീവിതത്തിലേക്ക് വേദന കൊണ്ടുവരും. ഇറ്റ് കോസസ് പെയിൻ ആൻഡ് ഇറ്റ് വിൽ ഡിസ്ട്രോയ്. ഇതാണ് ഈ അഗ്നിമയമായ പ്രമാണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് അതേസമയം ഇതിന് മറ്റൊരർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തീയാണ്, അതേസമയം ഇത് വെള്ളത്തിന്റെ ഒഴുക്കുമാണ്. പിന്നെ പുറപ്പാട് പുസ്തകം 19:18 വായിക്കുന്ന യഹോവ തീയിൽ സിനായി പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി, അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ ഇറങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. ഓർക്കണം, തന്റെ മണവാട്ടിയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ഇറങ്ങി വരുന്ന മണവാളന്റെ വരവ് ഇവിടെ കാണുന്നത്. അവൻ തീയിലാണ് ഇറങ്ങി വരുന്നത്. എന്നാൽ അതേസമയം ദാവീദ് 68-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ വീഴ്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നു. അതെങ്ങനെ അതിന്റെ ഒറിജിനൽ വേർഡ് എങ്ങനെയാണെന്നറിയാമോ? എ ജനറസ് റെയിൻ ഡിഡ് യു പോർഡ് ഔട്ട് ഓഫ് എലോഹിം. ദൈവത്തിന്റെ മഴ അവിടെ പെയ്തത്, ദൈവത്തിന്റെ മഴ. ദൈവം ഇറങ്ങി വന്നാൽ അവൻ തീയിലിറങ്ങി വരും, ദൈവം ഇറങ്ങി വന്നാൽ അവൻ മഴയായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ അരിഞ്ഞ പുൽപ്പുറത്തെ മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെയും അവന്റെ വചനം ഇറങ്ങി വരുന്നു. ഇവിടെ നമ്മൾ വായിച്ചു അഗ്നിമയമായ ഒരു പ്രമാണം, അതെ, അവന്റെ വലം കയ്യിൽ ഉണ്ടായിരുന്നു. യഹോവ ഇറങ്ങി വരുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. അവന്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? അഗ്നിമയമായ പ്രമാണം. അവിടെ നമ്മൾ തീ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ നിർത്തിയില്ല. ഒരാശ്വാസം ലഭിക്കട്ടെ, ഒരല്പം മഴയുടെ വെള്ളം നമുക്ക് വേണമല്ലോ. അതുകൊണ്ട് 68-ാം സങ്കീർത്തനത്തിലെ വാക്യം വായിച്ച് യഹോവയുടെ മഴ ക്ഷീണിച്ചിരുന്ന തന്റെ അവകാശത്തെ തണുപ്പിക്കുന്നു. വീണ്ടും വായിക്കുന്നു, എന്തുകൊണ്ടാണ് അവനത് തരുന്നത്? തന്റെ ജനത്തെ അവൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവനത് തരുന്നു. അവന്റെ വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവന്റെ കയ്യിലാണ് അവന്റെ വിശുദ്ധന്മാരിയ്ക്കുന്നത്. വിശുദ്ധന്മാർ ഇരിക്കുന്നത് എവിടെ? അവന്റെ കാൽക്കൽ ഇരിക്കുന്നു. അവർ പ്രാപിക്കുന്നത് എന്താണ്? തിരുവചനങ്ങൾ പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കാണ് ഈ വചനത്തിന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് കടന്നില്ലെന്നത്. ഇങ്ങനെയുള്ളവരുടെ ഉള്ളവർക്ക് മാത്രമേ only they can experience, enjoy and enhance or extend the blessing to others. അവന്റെ തൃക്കൈയിൽ ഇരിക്കുന്നതിന് തന്നാൽ സ്നേഹിക്കപ്പെടുകയും അവന്റെ കാൽക്കലിരിക്കുകയും പാദങ്ങളിലിരുന്ന് അത് പ്രാപിക്കുകയും ചെയ്യുമ്പോൾ മാത്രം. ഇത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? 33:4 വായിക്കുന്നു, യാക്കോബിന്റെ സഭയ്ക്ക് അത് അവകാശമായി
മോശ നമുക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു തന്നു. ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഞാനും ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നു, ഇസ്രയേലിന് വേണ്ടിയിട്ട് മാത്രം എഴുതി കൊടുത്തൊരു കാര്യം നമ്മളറ്റത്തൊക്കെ പിടിച്ചു നിന്ന് രക്ഷിക്കപ്പെട്ട് ചെന്നപ്പോൾ നമ്മൾക്ക് ലഭിച്ചു. എന്നാൽ തിരുവചനം നമ്മൾ എത്ര വ്യക്തമായിട്ട് അത് പഠിപ്പിക്കുന്നതെന്നറിയാമോ? ഇവിടെ യാക്കോബിന്റെ സഭയ്ക്ക് അവകാശമായിട്ട്. ആരാണ് യാക്കോബിന്റെ സഭ? അവിടെ ഒരു സഭ എന്നാണ് പറയുന്നത്, ഇല്ലേ? അവിടെ ഒരു കോൺഗ്രിഗേഷൻ, ദ കോൺഗ്രിഗേഷൻ ഓഫ് ജേക്കബ് എന്നാണ് അവിടെ പറയുന്നത്. അവർക്കത് അവകാശമായി കൊടുത്തു, ഹെറിറ്റേജ് ആയിട്ട് കൊടുത്തു. അവിടെ ഹെറിറ്റേജ് എന്നുള്ള വാക്ക് അത് ഫിസിക്കൽ എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് അതിന് സ്പിരിച്വൽ മീനിങ് ആയിട്ട് ഉള്ളത്, അതിൻ്റെ ഒരു ആത്മീയ അർത്ഥമാണുള്ളത്. അത് തൻ്റെ ജഡത്തിൽ ഉണ്ടാകുന്ന മക്കളെ കുറിച്ച് തന്നല്ല, ആത്മാവിൽ ജനിക്കാനിരിക്കുന്ന മക്കളെ കുറിച്ചുമാണ് അവിടെ പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഇനി കർത്താവിന്റെ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നിങ്ങളുടെ വചനം കേട്ട് അത് വിശ്വസിച്ച് വരാനിരിക്കുന്നവർക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സ്പിരിച്വൽ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് എവിടെ പറയുന്നത്. അപ്പോൾ അവകാശമായിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അബൈഡ്സ് ഫോർ എവർ, അത് എന്നേക്കും നിലനിൽക്കുന്നത്. അപ്പന്മാര് നമ്മൾക്ക് തരുന്ന അവകാശങ്ങൾ അത് തലമുറകളായിട്ട് കൈമാറിപ്പോകുന്ന ഒരു കാര്യമാണ്. അത് വിറ്റു തുലയ്ക്കുന്ന ഒരു കാര്യമല്ല, പിന്നെ അത് തലമുറയായിട്ട് പോകുന്നതാ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ താൻ സ്നേഹിക്കുന്ന ജനത്തിന് തൻ്റെ കരത്തിലിരിക്കുന്നത് ആ അഗ്നിമയമായ പ്രമാണം അത് നമ്മുടെ കരങ്ങളിലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ, നമ്മൾ എവിടെയാണ് ഇവിടെ ഇൻക്ലൂഡഡ് ആവുന്നത്? യോഹന്നാൻ 10:16 കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത, എവിടെ, ഏത് തൊഴുത്തില്? ഇസ്രായേൽ എന്ന തൊഴുത്തില്, യാക്കോബിന്റെ രക്തത്തിൽ പിറന്നവര്, അതെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ രക്തത്തിൽ കൂടി അങ്ങനെ വന്ന ആ ഇസ്രായേൽ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. ഇത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്. അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. ഏതാ ആടുകള്? അതിൽ ഉൾപ്പെടാത്ത, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ പരീശന്മാരോടാ പറയുന്നത്. അവ എൻ്റെ ശബ്ദം കേൾക്കും. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് പറയുന്നത്. ഒരാട്ടിൻ കൂട്ടവും ഒരിടയനുമാകും. അതെ, ഒരാട്ടിൻ കൂട്ടവും ഒരിടയനുമാക്കുന്ന നമ്മുടെ കരങ്ങളിൽ ഇത് ഏൽപ്പിച്ചിരിക്കുക അഗ്നിമയമായ പ്രമാണം. റോമർ 11:17 വായിക്കുന്നു, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ ഈ അഗ്നിമയമായ പ്രമാണം എന്റെയും നിങ്ങളുടെയും കരങ്ങളിൽ അവൻ ഏൽപ്പിച്ചിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു വചനം തീ പോലെയാണെന്ന്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:29 വായിക്കുന്നു, എന്റെ വചനം തീ പോലെ. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, ഇത് ഈ ഭാഗത്തിന് പറയുന്നത് ഈ തോറായിലെ വചനങ്ങൾക്ക് തിരുവെഴുത്ത് എന്നാണ് പറയുന്നത്. മത്തായി സുവിശേഷം 22:29 കർത്താവ് യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? തിരുവെഴുത്തിനെ കുറിച്ച്. അതിനെ യേശു ഉത്തരം പറഞ്ഞത്, ഇത് ഗോസ്പലൊക്കെ എഴുതുന്നതിന് മുമ്പാണെന്ന് ഓർക്കണം കർത്താവ് ഇത് സംസാരിക്കുന്നത്. പിന്നെ ലേഖനങ്ങൾ എഴുതുന്നതിന് മുമ്പ്, അപ്പോസ്തല പ്രവൃത്തികൾ ഒക്കെ എഴുതുന്നതിന് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു പറയുന്ന കാര്യം എന്താണ്? അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിയണമെന്ന് കർത്താവ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. എന്തറിയണം? തിരുവെഴുത്ത്. ഈ 5 പുസ്തകങ്ങൾ. നമ്മൾ തിരുവചനം 66 പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനമാണ് ആദ്യത്തെ 5 പുസ്തകം. അതിനുശേഷം ദിനവൃത്താന്തം, രാജാക്കന്മാരുടെ പുസ്തകം, ശമൂവേലിന്റെ പുസ്തകം, അതെന്ന് പറയുമ്പോൾ ഈ കൊടുത്ത പ്രമാണങ്ങളും കൽപ്പനകളും വിധികളും അതനുസരിച്ച രാജാക്കന്മാർ, അനുസരിക്കാത്ത രാജാക്കന്മാർ, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തവർ, അപ്ലൈ ചെയ്യാത്തവർ, അവരെ കാണാൻ സാധിക്കുന്നു. ന്യായാധിപന്മാർ, രാജാക്കന്മാർ, അവരുടെ കാലങ്ങളിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ, യെശയ്യാവ്, യിരെമ്യാവ്, ആമോസ്, നഹൂം, ഹബക്കൂക്ക്, മലാക്കി, അങ്ങനെ പോകുന്ന പ്രവാചകന്മാർ. ഇവരെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പ്രവചിച്ചു, ഇതാണ് അടിസ്ഥാനം, ഈ തിരുവെഴുത്താണ് അടിസ്ഥാനം. ഇതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോയാൽ നിങ്ങൾക്ക് അനുഗ്രഹത്തിന് പകരം ശാപമുണ്ടാകും. മടങ്ങി വരിക എന്ന് പറഞ്ഞ് ഹോശേയെ പോലെയുള്ള പ്രവാചകന്മാർ അവരെ മടക്കി വിളിക്കുന്നു. അത് കാണാൻ സാധിക്കുന്നു. അത് അവരുടെയും അടിസ്ഥാനം ഇതാണ്, ഈ തിരുവെഴുത്താണ്. അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു വന്ന് ഈ തിരുവെഴുത്തിൻ പ്രകാരം അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു.
ഈ തിരുവെഴുത്തുകളുടെ ഒരു വള്ളിയും പുള്ളിയും മാറ്റിപ്പോയില്ല. ഈ തിരുവെഴുത്ത് അവൻ വിശദീകരിച്ചു, ഉപമകളിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നു. അതൊരു കമന്ററി ആയിരുന്നു. ഈ 5 പുസ്തകങ്ങളുടെ കമന്ററിയാണ് അതേ സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു അതിനെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അപ്പോസ്തലന്മാർ അത് സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, സഭയോട് പറയുന്നു അതിന്റെ തത്വങ്ങൾ ഇങ്ങനെയാണെന്ന്. അങ്ങനെ പോയിട്ട് അത് പ്രമാണിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും അത് പറയുന്നവർക്കും അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നു. ഇതാണ് നമ്മുടെ 66 പുസ്തകങ്ങൾ. ഇവിടെ കർത്താവ് പറയുന്നു, തിരുവെഴുത്തുകളെ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചവരാ നമുക്കിത് പഠിക്കാനും നമുക്കിതിന്റെ ആഴങ്ങൾ അറിയുവാനും. 2 തിമോത്തി 3:16-17 എന്താ വായിക്കുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ. ഇത് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇത് തിമോത്തിയോട് പറയുമ്പോൾ അന്ന് ലേഖനം അവിടെ എഴുതി വെച്ചിട്ടില്ല. എല്ലാ തിരുവെഴുത്തും. എന്താ തിരുവെഴുത്ത്? ഈ കാണുന്ന തിരുവെഴുത്ത്. അത് ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. എന്താണ് തിരുവെഴുത്ത്? ബറാഷിത്തിന്റെ ബാല് തുടങ്ങി ഇസ്രായേലിന്റെ എല്ലിൽ തീരുന്ന ലവ്, ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സ്നേഹം, അതാണ് തിരുവെഴുത്ത്. തീർന്നില്ല. ധാരാളം വചനമുണ്ട്. ഞാൻ 3 ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ലൂക്കോസ് 24:32 കർത്താവ് യേശു ക്രിസ്തു എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ. എന്താണ് കർത്താവ് യേശു ക്രിസ്തു എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിച്ച്? തിരുവെഴുത്തുകളെ കുറിച്ച്. ഈ ഉൽപ്പത്തി പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനത്തില് ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഭാഗങ്ങള്, അതിനെക്കുറിച്ച് മോശയേക്കാൾ വലിയവൻ, യോശുവേക്കാൾ വലിയവൻ, അഹരോനേക്കാൾ വലിയവൻ, അവിടെ ഉണ്ടായിരുന്ന യാഗങ്ങളൊക്കെ നടത്തിയപ്പോൾ ആ യാഗത്തിലെ എസൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആണ് എന്നുള്ളത് അവർക്ക് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. നോക്കണം, ഈ തിരുവെഴുത്തുകൾ അവരുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നു. നമ്മൾ മുമ്പേ കണ്ടില്ലേ, അഗ്നിമയമായ പ്രമാണം, ഇത് അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ചോദ്യം, ഹൗ ക്യാൻ വൺ കീപ് വൺസ് ഹെറിറ്റേജ് ഇൻടാക്ട് ഇഫ് വൺ ബിലീവ്സ് പാർട്ട് ഓഫ് വൺസ് ഹെറിറ്റേജ്? നമുക്കിത് നമ്മൾ വായിച്ചിവിടെ അവകാശമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന്. ഈ അവകാശമായിട്ട് നമ്മൾക്ക് ഈ ലഭിച്ചിരിക്കുന്നതിനെ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പഠിപ്പിക്കുകയും നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യുകയാണ് അത് ക്രൂശിൽ ന്യായപ്രമാണത്തെ തറച്ചു എന്ന്, അല്ല ന്യായപ്രമാണം തീർന്നുപോയി എന്ന്, അല്ല ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല എന്ന്, ന്യായപ്രമാണം എനിക്ക് ശാപമാണെന്ന്, ന്യായപ്രമാണം എനിക്ക് ഭാരമാണെന്ന്. അങ്ങനെ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? കർത്താവ് യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഞാൻ വായിച്ചു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് വായിച്ചു. അതുകൊണ്ട് ഇത് അഗ്നിമയമായ പ്രമാണമാണ്. 33:2 വായിക്കുന്നു. അവിടെ ചില വാക്കുകൾ നമ്മൾ കണ്ടു. യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി. ഈ 2 വാക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇതിന്റെ അർത്ഥം എന്താ? അവർക്ക് സേയിരിൽ നിന്ന് ഉദിച്ചു. സെയീർ എന്ന് പറയുന്നത് എന്താണ്? മൗണ്ട് സെയീർ ഈസ് വേർ ദ എദോമൈറ്റ്സ് ലിവ്ഡ്. ജേക്കബ്സ് ബ്രദർ ഈസു വാസ് കോൾഡ് എദോം. ഈ എദോമൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഏശാവിന്റെ വംശപരമ്പരകൾ. യാക്കോബിന്റെ സഹോദരനായ ഏശാവ് പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം വാങ്ങിയ ഒരു പാർട്ടി ഉണ്ടല്ലോ, ജ്യേഷ്ഠാവകാശത്തെ വിറ്റ പാർട്ടി. ആ പാർട്ടിയുടെ പേരാണ് ആര്? ഈശോ. ആ യേശുവിനെ കുറിച്ചാണ് പറയുന്നത് ഏദോം ജീവിച്ചിരുന്ന സ്ഥലമാണ് സെയീർ പർവ്വതം. ഏദോമിനെ കുറിച്ച് പറയുന്നത് അവന് രോമം നിറഞ്ഞവനായിരുന്നു, ചുവന്നവനായിരുന്നു എന്നാണ് പറയുന്നില്ലേ. ഏദോം എന്ന് പറഞ്ഞാൽ അദാം എന്ന് പറഞ്ഞാൽ ചുവപ്പെന്നാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ആദാം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. Edom means red. Esau's people, the Edomites, lived at Mount Seir. Seir means hairy. He was Edom and Seir. ഉൽപ്പത്തി പുസ്തകം 36:8 അത് വായിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, അവർക്ക് സേയിരിൽ നിന്ന് ഉദിച്ചു. യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയിരിൽ നിന്ന് ഉദിച്ചു. ഞാൻ പറയാം എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത്. ഇവിടെ ഏശാവുമായിട്ട് എദോമ്യരുമായിട്ട് ദൈവത്തിനുണ്ടായിരുന്ന ബന്ധം എന്താണ്?
പിന്നെ വായിക്കുന്നു പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി. ഏതാണ് ഈ പാറാൻ പർവ്വതം? പാറാൻ പർവ്വതമാണ് ഇസ്മായിലിന്റെ സന്തതി പരമ്പരകൾ ജീവിച്ച സ്ഥലം. ഉൽപ്പത്തി പുസ്തകം 21 അവിടെ വായിക്കുന്നു, അവരെ പാറാനിൽ താമസിച്ചിരുന്നു. അവിടെ നിന്ന് ഇസ്മായിൽ ഒരു ഭാര്യയെ എടുത്തു. അപ്പോൾ ഇസ്മായിലിന്റെ വംശ പരമ്പരകൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് പാറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ there is a Jewish saying, മിഡ്രാഷിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, God first offered the Torah to Edomites and then the Ishmaelites. Both of them rejected it, and then God came to Jews and they said that they will do it and obey it. ദൈവം ആദ്യം തന്റെ അഗ്നിമയമായ പ്രമാണം, അതെ, ആദ്യം ദൈവം ആർക്ക്? എദോമിയരോട് എന്ന് ചോദിച്ചു, നിങ്ങൾക്ക് തരട്ടെ ഞാൻ ഈ പ്രമാണം, നിങ്ങളെ ഞാനുമായിട്ടൊരു ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? സകല ജാതികളുടെയും രക്ഷയായിരുന്നുവല്ലോ ദൈവത്തിന്റെ ഉദ്ദേശം. അവര് പറഞ്ഞു, എന്താ അതിലുള്ളത് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, അതിനകത്തെ കണ്ടീഷൻസും പ്രോമിസും ഒക്കെ ഞങ്ങൾക്ക് ആദ്യം അറിയണം. അങ്ങനെ അവര് തിരസ്കരിച്ചു. അതിനുശേഷം ഇസ്മായിലിന്റെ അടുത്ത് പാറാൻ പർവ്വതത്തില് അവിടെ വന്നിട്ട്, അവിടെ ദൈവം ഈ കെത്തൂബ ദൈവത്തിന്റെ കൽപ്പനയുമായിട്ട് അവിടെ വന്ന് ഇസ്മായിലിനോട് ചോദിക്കുമ്പോഴും അവര് തിരസ്കരിച്ചു. അതിനുശേഷം സിയോൻ പർവ്വതത്തില്, സിനായി പർവ്വതത്തില് യഹോവ വന്ന് ഇസ്രായേലിന്റെ മുമ്പിൽ വന്നപ്പോൾ അവര് ഇതിനകത്ത് എന്താണ് ഉള്ളടക്കമെന്ന് പോലും അവർ ചോദിച്ചില്ല. പക്ഷെങ്കിൽ അവരൊന്ന് പറഞ്ഞു, ഞങ്ങൾ അനുസരിക്കാം, ഞങ്ങൾ കേൾക്കാം, വി വിൽ ഡു ഇറ്റ് ആൻഡ് വി വിൽ ഒബേ ഇറ്റ്. അങ്ങനെയാണ് ദൈവം അവർക്ക് ആ ഉടമ്പടി കൊടുക്കാനിടയായത് എന്ന് മിഡ്രാഷിൽ പറയുന്നു. മിഡ്രാഷിൽ പറയുന്നതിന് അതിന്റെ ഉറപ്പാണ് ഇവിടെ നമ്മൾ 33:2 വായിക്കുന്നത്. അവർക്ക് സെയിലിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരു വാക്ക് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ യെശൂരിന് രാജാവായിരുന്നു. ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ഞാൻ പാട്ടിട്ട് യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. എന്താ യെശൂർ എന്ന് പറഞ്ഞാൽ? യെശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ മറ്റൊരു പേരാണ് യെശൂർ. യെശൂർ എന്നുള്ള വാക്കിന്റെ അർത്ഥം റൈച്ചസ് വൺ, നേരെ നിൽക്കുന്നവൻ, നിവർന്നു നിൽക്കുന്നവൻ, ദ അപ്രൈറ്റ് വൺ എന്നാണ് അതിന്റെ അർത്ഥം. യെശ്രൂൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. നമുക്ക് കടന്നു വരാം അടുത്ത ഭാഗത്തേക്ക്. നമുക്ക് ഓരോ വാക്ക് വെച്ച് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ചില ചെറിയ ചിന്തകൾ മാത്രം പറഞ്ഞ് മോശയിലേക്ക് നമുക്ക് കടന്നു വരണം. ലേവ്യർക്ക് കൊടുത്ത അനുഗ്രഹമാണ് 33:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ മുഴുവൻ ഞാൻ വായിക്കുന്ന ലേവ്യരെ കുറിച്ച് പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറീമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു, നീ മസ്സയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അത് കഴിഞ്ഞ ശേഷം 9-ാം വാക്യത്തിൽ ലേവിക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്, ലേവി ഗോത്രത്തിന് കൊടുക്കുന്ന ഒരു അനുഗ്രഹം. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച്, ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. ലേവിയെ കുറിച്ച് നല്ലൊരു റിപ്പോർട്ട് ഇവിടെ ലീഡറായ മോശ, ഇവരുടെ നായകനായ മോശയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നു. എന്താണ്? അപ്പനെയും അമ്മയും കുറിച്ച്, ഞാൻ അവരെ കണ്ടില്ല, സഹോദരന്മാരെ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. അതൊന്നും ഓർക്കാതെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ലേവ്യ ഒരു കാര്യം ചെയ്തു. ലേവ്യ ഗോത്രം അവർ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചു. ഇത് എപ്പോഴാണ് നടന്നത്? അതെ, സിനായി പർവ്വതത്തിന്റെ അവിടെ വന്ന് കാളക്കുട്ടിയെ ഉണ്ടാക്കുമ്പോൾ, ഇവിടെ പക്കലുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഗോത്രം മാറി നിന്നു. അവിടെ വാളുകൊണ്ട് ധാരാളം പേർ അവിടെ വെട്ടേറ്റ് മരിക്കേണ്ടതായിട്ട് വന്ന് ലേവി ഗോത്രത്തിനോട് പറഞ്ഞ് എല്ലാവരെയും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അനേകർ അവിടെ സംഹാരത്തിന് ഇടയായി തീർന്നത് കാണാൻ സാധിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലേവി വാസ് ദ ഓൺലി വൺ ട്രൈബ് ദാറ്റ് ഡിഡ് നോട്ട് ബൗ ഡൗൺ ബിഫോർ ദ ഗോൾഡൻ കാഫ്. സ്വർണ്ണ കാളക്കുട്ടിയുടെ മുമ്പില് അത് തല കുനിക്കാത്ത, മുഴങ്കാലുകളെ മടക്കാത്ത ഒരു ഗോത്രമായിരുന്നു ലേവി ഗോത്രം. They stood with the Lord and his servant at Mount Sinai. മോശയോട് കൂടെയും ദൈവത്തോടു കൂടെയും അവർ നിന്നു എന്ന പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. That is why the priesthood was moved from each of the firstborn of the tribe to Levi. ഇതിനു മുമ്പ്, ഈ സംഭവത്തിന് മുമ്പ് വരെ എല്ലാ ഗോത്രത്തിന്റെ തലവന്മാര് പുരോഹിതനായിരുന്നു. ഓരോ ഗോത്രത്തിന്റെയും തലവൻ പുരോഹിതനായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഗോത്ര തലവന്മാരുടെ പൗരോഹിത്യം എടുത്ത് ലേവ്യർക്ക് കൊടുത്തു. ഇന്നു മുതൽ ഈ സംഭവത്തിന് ശേഷം ലേവ്യർക്കാണ് പൗരോഹിത്യം.
ഇങ്ങേറ്റം നമ്മൾ അവരുടെ നമ്പർ പോലും നോക്കിക്കഴിഞ്ഞാല് നമ്പർ പോലും ടാലി ആവുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. ബാക്കി വരുന്ന ശിഷ്ടമുള്ള നമ്പറിന് അവർ വീണ്ടെടുപ്പ് വില കൊടുത്തിട്ട് അത് അവരവിടെ സോൾവ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ബാക്കി ഗോത്രത്തിന്റെ തലവന്മാരുടെ പൗരോഹിത്യം എടുത്ത് ലേവി ഗോത്രത്തിന് കൊടുത്തത് ആ സംഭവത്തോടു കൂടിയാണ്. Levi was willing to say, I have not seen my father and mother and I don't even know my children. ലേവിയർ ഒരുക്കമായിരുന്നു, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും കാണുന്നില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് അറിയത്തുമില്ല എന്ന് പറയുവാനായിട്ട് ലേവിയർ ഒരുക്കമായിരുന്നു. കമ്പയറിങ് സെർവിങ് ആൻഡ് നോയിങ് ദ ലോർഡ്. ദൈവത്തെ ശുശ്രൂഷിക്കുകയും ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ അറിയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എൻ്റെ അപ്പനെ അമ്മയെ അറിയില്ല, എൻ്റെ സഹോദരങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, എൻ്റെ മക്കൾക്ക് ഞാൻ മുഖം തിരിക്കുക എന്ന് പറഞ്ഞ് മാറി നിന്നൊരു കൂട്ടമാണ് ഈ ലേവ്യര്. ഈ ലേവ്യരെ കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഈ നമുക്കറിയാം, ശലോമോന്റെ ശേഷം 12 ഗോത്രങ്ങൾ വിഭജിച്ചു പോയപ്പോഴ് നോർത്തിൽ 10 ഗോത്രം പോയി, താഴെ 2.5 ഗോത്രം, ജൂഡ ബെഞ്ചമിനും ഹാഫ് മനാശെ, യഹൂദയും ബെഞ്ചമിനും മനാശയുടെ പകുതിയും താഴെ സൗത്തിലായി. അപ്പോൾ ലേവ്യർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഈ ലേവ്യർക്കുണ്ടായിരുന്ന പ്രയോജനം, ലേവ്യർക്ക് ഇൻഹെറിറ്റൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ, ലേവ്യർക്ക് ദേശമൊന്നും കൊടുത്തില്ല. ലേവ്യരോട് എന്താണ് ദൈവം പറഞ്ഞത്? ഞാനാ ഓഹരി, ഞാനാ നിന്റെ അവകാശം, ഞാനാ നിന്റെ ഓഹരി എന്ന് പറഞ്ഞു. ലേവ്യർ എല്ലായിടത്തും നോർത്തിലും സൗത്തിലും ഒക്കെ ലേവ്യര് അവര് താവളം അടിച്ചിരുന്നു. ഈ ലേവ്യരെ സംബന്ധിച്ച് ഇവർ ചെയ്ത് എന്താണെന്ന് അറിയാമോ? തോറ, ദൈവത്തിന്റെ തിരുവചനം, അഗ്നിമയമായ പ്രമാണം. ഇവരെവിടൊക്കെ പ്രവാസത്തിൽ പോയിരുന്നെന്ന് പറഞ്ഞാലും ലേവ്യര് ഈ തോറായെ, തിരുവചനത്തെ അവരുടെ ചങ്കോട് ചേർത്ത് പിടിച്ചു. ലേവ്യർ അതിനെ നഷ്ടപ്പെടുത്തിയില്ല, അതിനെ ഒളിപ്പിച്ചു വെച്ചു. പല സ്ക്രോളുകളും കുമ്രാൻ കേവിൽ നിന്ന് കിട്ടിയതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം, എസക്കിയലിന്റെ പുസ്തകം, യെശയ്യാവിന്റെ പുസ്തകമൊക്കെ കുമ്രാൻ ഹോളിൽ, അവിടെ കുമ്രാൻ മലയില്, അവിടെ മരുഭൂമിയില്, അവിടെ ചില കലത്തിനകത്ത് ഇട്ടുവെച്ചിരുന്ന സ്ക്രോളുകളാണ് പിന്നീട് നമ്മുടെ കാര്യങ്ങളിൽ ഈ എഴുതി കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ലേവ്യർ ഇതൊക്കെ പ്രിസർവ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു വലിയ കാര്യം ലേവ്യർ ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് not the Levi is denying or disrespecting his father and mother. അപ്പനെ അമ്മയും ബഹുമാനമില്ലാതെ തള്ളിക്കളയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയല്ല. പക്ഷെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് 110% അവരുടെ ഫോക്കസും അവരുടെ സ്നേഹവും അവരുടെ ദൈവത്തോടായിരുന്നു. മത്തായി സുവിശേഷം 10:37 ഇങ്ങനെ വായിക്കുന്നു, എന്നേക്കാൾ അധികം യേശു കർത്താവ് പറഞ്ഞു, അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല. ലേവ്യർക്ക് കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ബാക്കി കൊടുത്ത അനുഗ്രഹങ്ങളിലേക്കൊന്നും നമ്മൾ ഇന്ന് രാത്രിയിൽ കടന്നു വരുന്നില്ല. നമുക്ക് അടുത്തതായിട്ട് കടന്നു വരാം. അതിൻ്റെ 33-21 വാക്യത്തില് അതൊരു അനുഗ്രഹമാ പറയുന്നത്. പക്ഷെങ്കിൽ ഞാൻ അതിനെ മോശയുടെ മരണത്തോട് ചേർത്ത് 34 ചേർത്ത് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കാം. 33-21 ഗാദിന് കൊടുത്ത ഒരു അനുഗ്രഹം അത്. അവിടെ എന്താ പറയുന്നത്? അവൻ ആദ്യ ഭാഗം തിരഞ്ഞെടുത്തു, അവിടെ നായകന്റെ ഓഹരി സംഗ്രഹിച്ചു വെച്ചിരുന്നു. അവൻ ജനത്തിന്റെ തലവന്മാരോടുകൂടി യഹോവയുടെ നീതിയും ഇസ്രായേലുമായി അവന്റെ വിധികളെ നടത്തി. എന്താ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? അവിടെ വായിക്കുന്നത് അവൻ ആദ്യ ഭാഗം തിരഞ്ഞെടുത്തു. അവൻ എന്നുള്ളത് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ നായകന്റെ ഓഹരി, ആരാണ് നായകൻ? മോശയല്ലേ. അവിടെ നായകന്റെ ഓഹരി സംഗ്രഹിച്ചു വെച്ചിരുന്നു. അപ്പോൾ അവിടെ മോശയെ കുറിച്ചാണ് പറയുന്നത്. മോശയുടെ ഓഹരി സംഗ്രഹിച്ചു വെച്ചിരുന്നു. അവൻ ജനത്തിന്റെ തലവന്മാരോടുകൂടി യഹോവയുടെ നീതിയും ഇസ്രായേലുമായി അവന്റെ വിധികളും നടത്തി. മോശയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ബിക്കോസ് എ lawgiver's portion was reserved there. അപ്പോൾ മിഡ്രാഷിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, he came at the head of the people, to mean that Moses will lead his generation who died in the wilderness across the Jordan and into the land of Israel at the time of the resurrection of the dead. ഇവിടെ മിഡ്രാഷിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഇതിലെ അത്ഭുതം എന്താണെന്ന് അറിയാമോ? വന്നത് മശിഹ ആണെന്ന് വിശ്വസിക്കാത്ത ഒരു കൂട്ടം റബ്ബായിമാർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ പഠനത്തിന് ഇത് വളരെ സഹായമാണ്. കാരണം നമുക്കിതിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നു. നമുക്ക് ഈ എബ്രായ പദങ്ങളുടെ ആഴമോ അർത്ഥമോ നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെങ്കിൽ ഇവരുടെ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. ഈ വാക്യത്തോട് ചേർത്ത്, to mean that Moses will lead his generation who died in the wilderness.
across the Jordan and into the land of Israel at the time of resurrection of the dead. മരിച്ചവരുടെ പുനരുദ്ധാനത്തിന്റെ ദിവസം, മിഡ്രാഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മരിച്ചവരുടെ പുനരുദ്ധാനത്തിന്റെ ദിവസം, അത് ഈ മരുഭൂമിയിൽ മരിച്ച മണ്ണൊടിഞ്ഞവരെ, അടക്കപ്പെട്ടവരെ, മോശയോട് അടക്കപ്പെട്ടവരെ, അവരെ ഉയർത്തെഴുന്നേറ്റ് അവരെ ഈ യോർദാൻ കടത്തി കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കണം. അതുകൊണ്ടാണ് ദൈവം അനുവദിച്ചത്. മോശ എന്തിനാ? മോശ ഈ മരുഭൂമിയിൽ, മോവാബിൽ തന്നെ, ഈ പിസ്ഗായിൽ തന്നെ, മോവാബ് മരുഭൂമിയിൽ തന്നെ മോശ മരിക്കണം. 34:1 അങ്ങനെയല്ലേ വായിക്കുന്നത്. എരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാ മുകളിൽ മോവാബ് സമഭൂമിയിൽ നിന്ന്, ആ മോവാബ് ദേശത്ത് മോശ മരിക്കാനുള്ള കാരണം ഇതാണ് മിഡ്രാഷിൽ എഴുതിയിരിക്കുന്നത്. അവൻ ആ മരുഭൂമിയിൽ മരിച്ച ഇസ്രായേൽ മക്കളെ ഒരു നാളില് അവൻ പുനരുദ്ധാനത്തിൽ അവർ പുനരുദ്ധരിക്കുമ്പോൾ, അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരെയും കൊണ്ട് യോർദാൻ കടന്ന് അതേ അപ്പുറത്തെ നാട്ടിൽ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ഇവിടെ ഒരു നായകൻ വേണം. അതാണ് മോശ. He needed Moses to stay with this generation so that his merit and favor could save the generation that he buried in the wilderness. ദൈവത്തിന് മോശ ഇപ്പുറത്ത് തന്നെ, യോർദാൻ ഇക്കരെ തന്നെ, മോവാബ് മരുഭൂമിയിൽ തന്നെ, ഇസ്രായേൽ മക്കൾ അവിടെ ആ തലമുറ മരിച്ചിടത്ത് തന്നെ മോശ മരിച്ചടക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരെ ഒരു നാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് മറുകരയിൽ എത്തിക്കേണ്ടതിനായിട്ട് മോശ അവരോടുകൂടെ താതാത്മ്യം പ്രാപിക്കുക. മോശ അവരോടുകൂടെ താതാത്മ്യം പ്രാപിക്കുന്നു. Moses identified himself as one with his people, and the Lord referred to Israel as the people of Moses. ദൈവം പലപ്പോഴും പറഞ്ഞു നിന്റെ ജനമെന്ന്. ദൈവം മോശയോട് പറഞ്ഞതാ നിന്റെ ജനമെന്ന്. പുറപ്പാട് 32:27 വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം, നീ ഇറങ്ങിച്ചെല്ല്, നീ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. ദൈവം മോശയോട് പറഞ്ഞു നിന്റെ ജനം. കണ്ടോ, മോശ തന്റെ ജനത്തോടുകൂടി ഇവിടെ ഈ മരുഭൂമിയിൽ മരിക്കുന്നതിന്റെ കാരണം ആണ് നമ്മളിപ്പോൾ വായിച്ചത്. അവിടെ നായകന്റെ ഓഹരി സംഗ്രഹിച്ചു. അവൻ ജനത്തിന്റെ തലവന്മാരോടുകൂടി യഹോവയുടെ നീതിയും ഇസ്രയേലുമായി അവന്റെ വിധികളും നടത്തി എന്നുള്ള കാണാൻ സാധിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവുമായിട്ട് ഇത് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? ജീസസ് ക്രൈസ്റ്റ് who also died in order to save us. നമ്മളെ രക്ഷിക്കേണ്ടതിനായിട്ട് അവൻ സ്വർഗം വിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ, നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു കോളത്തില്, ഈ ഭൂമിയിൽ തന്നെ അവൻ മരിച്ചു. അവൻ കഷ്ടത അനുഭവിച്ചു, മരിച്ചു, അവൻ അടക്കപ്പെട്ടു. He died and buried on the same earth where the human race are placed to live and die. നമ്മൾ മരിച്ച് അടക്കപ്പെടേണ്ട ഈ ഭൂമിയിൽ തന്നെ അവൻ ജഡത്തിൽ വന്നവൻ, അവൻ മരിച്ച് അടക്കപ്പെട്ടു. He took the first part for himself. അവൻ നായകന്റെ ഓഹരി അവൻ സംഗ്രഹിച്ചു. അവനാണ് ലീഡർ, അവനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ, അവനാണ് നമ്മുടെ രക്ഷാ നായകൻ. അവൻ മരിച്ചവരിൽ നിന്ന് ആദിജാതനായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ്. എന്തിനാണ്? അവന്റെ പുറകെ വരുന്ന കറ്റകളാണ് നമ്മൾ ഓരോരുത്തരും. ഹി വാസ് ദ ഫസ്റ്റ് റേസ്ഡ് ഫ്രം ദ ഡെഡ്. ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മോശ മോവാബ് സമഭൂമിയിൽ മരിച്ചതിന്റെ കാരണം, ദൈവം അവിടെ അവനെ മരിക്കാൻ ആഗ്രഹിച്ചതിന്റെ കാരണം, അതിന്റെ കർത്താവ് ക്രിസ്തുവുമായിട്ട് അത് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ്. നമുക്കിവിടെ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയില് യെരുശലേമില് അവിടെ പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ച് മരിച്ചതിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഡെത്ത് ഓഫ് മോസസ്, മോശയുടെ മരണത്തെക്കുറിച്ച് യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മോശയുടെ ഭാഗത്ത് ഉണ്ടായ തെറ്റുകൾ ചില 5-6 കൂട്ടമുണ്ട്. അത് വേറൊരു സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നാൽ ഇവിടെ പ്രധാനമായിട്ടൊന്നുണ്ട്. പാറമേലെ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോശ പാറയെ അടിക്കുന്നു. അത് നിമിത്തം ദൈവത്തിന്റെ നാമത്തെ ശുദ്ധീകരിച്ചില്ല. ഹി ഡിഡ്ന്റ് സാങ്ക്ടിഫൈ ദ നെയിം ഓഫ് ദ ലോർഡ് എന്നാണ് അവിടെ വായിക്കുന്നത്. ഇവിടെ മോശയ്ക്ക് പറ്റിയ വീഴ്ച നിമിത്തം, മനുഷ്യനായിരിക്കുന്ന മോശയ്ക്ക് പറ്റിയ വീഴ്ച നിമിത്തം മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുന്നു. പിശാച് വാദിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ദൂഷണവിധി അവിടെ ഉച്ചരിക്കുന്നു. Satan is the accuser and he was accusing against Moses
of the sin at the water Meribah, saying, Moses struck the rock twice and never deserved to enter into the promised land. അവൻ 2 പ്രാവശ്യം പാറയടിച്ചത് കൊണ്ട്, പിശാച് വന്ന് പറയുന്ന ദൂഷണവിധി, അവൻ 1 അല്ല 2 പ്രാവശ്യം അടിച്ചത് കൊണ്ട് അവന് വാഗ്ദത്ത നാട്ടിൽ കയറാൻ അവൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് പിശാച് ദൂഷണവിധി പറയുമ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വാക്ക് എന്താണെന്ന് അറിയാമോ? മോശ അന്ന് അടിച്ചപ്പോൾ അവന്റെ പാപം പരിഹരിക്കപ്പെടത്തില്ലെന്നാണോ നീ പറയുന്നത്? പക്ഷെ അങ്ങനല്ല. ഇറ്റ് ഈസ് ട്രൂ, അത് സത്യമാണ്. പക്ഷെങ്കിൽ there is a lamb slain before the foundation of the world. ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരാട് അറുക്കപ്പെട്ടു, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതുകൊണ്ട് സാത്താൻ അതേ മോശയ്ക്കെതിരായിട്ട് ഉച്ചരിച്ച ദൂഷണവിധിയെ അവിടെ ഇല്ലാതാക്കി കളഞ്ഞ് അതേ മോശ ദൈവസന്നിധിയിലായിത്തീരുന്ന കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട്, നമ്മൾ ഇവിടെ കണ്ടു മോശ പിസ്ഗായുടെ മുകളിൽ ഓൺ ദ മൗണ്ടൻ, മലയുടെ മുകളിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്ന കാണാൻ സാധിക്കുന്നു. ഗോഡ് കമ്മീഷൻ മോസസ് ടു റിട്ടേൺ ടു ഈജിപ്റ്റ് ആൻഡ് ഡെലിവർ ഇസ്രായേൽ. ഇസ്രായേൽ മക്കളെ നീ കൂട്ടിക്കൊണ്ടുവരണമെന്നും പറഞ്ഞുകൊണ്ട് മോശയ്ക്ക് ദൈവം എവിടെയാണ് വെളിപ്പെടുന്നത്? ഹോരേബിന്റെ മലയില്. God gave him the tablets of the law. ന്യായപ്രമാണങ്ങൾ അത് സിനായി പർവ്വതത്തിൽ വെച്ച് മലയുടെ മുകളിൽ വെച്ച് കൊടുക്കുന്നു. God allows him to view the promised land before he dies. അവൻ മരിക്കുന്നതിന് മുമ്പ് വാഗ്ദത്ത നാടിനെ നോക്കിക്കാണാനായിട്ട് പിസ്ഗായുടെ മുകളിലേക്ക് കയറാനായിട്ട് ദൈവം അവനോട് പറയുന്നു. ഓഫ് കോഴ്സ് മോസസ് ഇവഞ്ച്വലി ഡിഡ് മോശ അവിടെ നിന്ന് കണ്ടു, വാഗ്ദത്ത ഭൂമിയെ കണ്ടു. എങ്കിലും മോശ അതേ വാഗ്ദത്ത ഭൂമിയിൽ ആശ്ചര്യമായിട്ട് കാലുകുത്തി. എവിടെയാണ്? മറുരൂപ മലയിൽ വെച്ച് കാലുകുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നു. മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷനായി. എന്താണ് അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷനായത് കാണിക്കുന്നത്? പലതരത്തിലുള്ള അർത്ഥങ്ങൾ അതിനുണ്ട്. അതിൽ ഒറ്റയൊരു അർത്ഥം മാത്രം ഞാൻ ഇവിടെ നമ്മുടെ ഈ ഭാഗത്തോട് ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. മോശ കാണിക്കുന്നത് ആരെയാണ്? ക്രിസ്തുവിൽ മരിച്ചവർ. മോശ മരിച്ചവിടെ അടക്കപ്പെട്ടവരാണ്. ഏലിയാവ് കാണിക്കുന്ന, ഏലിയാവ് മരിച്ചില്ലല്ലോ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. 1 തെസ്സലോനിക്കർ 4:16-17 വായിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും, അത് മോശയെ കാണിക്കുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, മരിക്കാതെ ദൈവത്തോടു കൂടി എടുക്കപ്പെട്ട ആളാണ് ആര്? ഏലിയാവ്. ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് നടന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. പർവ്വതത്തിന്റെ മുകളിലെ ഗിരിപ്രഭാഷണം കർത്താവ് യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം ചെയ്തു എന്ന് കാണാൻ സാധിക്കുന്നു. തന്നെയല്ല, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണവും കാൽവറിയുടെ മലമുകളിൽ നടന്നു. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആവർത്തന പുസ്തകം 34:9 കടന്നു വന്നാൽ ഇങ്ങനെ വായിക്കുന്നു, മോശ ചെയ്ത മറ്റൊരു കാര്യം എന്താണ്? നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. മോസസ് ബ്രോട്ട് ദ ഇസ്രായേൽസ് ടു ദ ബോർഡർ ഓഫ് കനാൻ. കനാന്റെ തീരം വരെ മോശ ഇവരെ എത്തിച്ചു. ബട്ട് ഇറ്റ് വാസ് ദ ഡിവൈൻ മിഷൻ ഓഫ് യഹോശുവ ടു ടേക്ക് ദം ഇൻ ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. പക്ഷെ യോശുവയുടെ കടമയായിരുന്നു, യോശുവയുടെ ദൗത്യമായിരുന്നു ഇവരെ കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിനായിട്ട്. ദോ ഇറ്റ് ഈസ് ത്രൂ മോസസ് ദേ റിസീവ്ഡ് ദ തോറ ഇൻസ്ട്രക്ഷൻ, ഗോഡ് അപ്പോയിന്റഡ് എ ജോഷുവ ടു ഫുൾഫിൽ ദ ടാസ്ക്. മോശയിൽ കൂടി കൽപ്പനകളൊക്കെ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചു കൊടുത്തു എങ്കിൽ പോലും യോശുവയാണ് കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവം നിയോഗിച്ചാക്കിയത്. എന്താ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്? ദ ഇസ്രായേൽസ് എന്ററിംഗ് ദ പ്രോമിസ്ഡ് ലാൻഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജോഷുവ ടിപ്പിഫൈസ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് യേശു ക്രിസ്തു നമ്മളെ അതേ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടത്തുന്ന, സ്വർഗീയ കനാനിലേക്ക് കടത്തുന്നതിനെ കാണിക്കുന്നു. ഇവിടെ യോശുവ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ദ ലീഡർഷിപ്പ് ഓഫ് ജോഷുവ നെവർ നള്ളിഫൈ ദ ലീഡർഷിപ്പ് ഓഫ് മോസസ്. മോശയുടെ നായകത്വം, മോശ അവരെ നയിച്ച നായകത്വം ഉണ്ടല്ലോ, അതൊരിക്കലും യോശുവ വേണ്ടെന്ന് പറയുന്നില്ല. യോശു അതിനെ തിരസ്കരിക്കുന്നില്ല. യോശു അതിനെ ഇനി അത് വേണ്ട, ഇനി ഞാനാ കേട്ടോ നിങ്ങളുടെ മന്ത്രി എന്ന് യോശുവ ഒരിക്കലും പറയുന്നില്ല. ഇന്ന് ലോകത്തിന്റെ നായകന്മാരൊക്കെ അത് പറയും, പക്ഷെങ്കിൽ യോശുവ അത് ഒരിക്കലും പറയുന്നില്ല. പിന്നെന്താണ് ചെയ്തത്? റാദർ ദ ലീഡർഷിപ്പ് ഓഫ് ജോഷുവ വുഡ് ഓൾവേസ് സ്ട്രെങ്തൻ ആൻഡ് കൺഫേം ദ തോറ ലോ ആസ് ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ് they were to follow, because to remain in the promised land, to remain in the blessing of the salvation and to stay in the right relationship of God, we need the instruction of law. പിന്നെ യോശുവ എന്താണ് ചെയ്തത്? യോശുവ പിന്നെ മോശ അവർക്ക് പറഞ്ഞു കൊടുത്ത
പ്രമാണങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയും ഇത് നിങ്ങളുടെ വായിൽ നിന്ന് വിട്ടുപോകരുത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോകരുത്. യോശുവ 1-ാമത്തെ അധ്യായത്തിലൊക്കെയും അതാ വായിക്കുന്നത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടത്. നീ രാവും പകലും അത് ധ്യാനിച്ചു കൊള്ളണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും, നീ പോകുന്നിടത്തൊക്കെയും യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്ന യോശുവയെ കാണാൻ സാധിക്കുന്നു. മോശ തുടങ്ങി വെച്ചതിനെ അതിനെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയും അതിനെ വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയും ചെയ്ത് ആണ് യോശുവ ഇവരെ കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിച്ചത്. ഹി നെവർ നള്ളിഫൈസ് വാട്ട് മോസസ് ഡിഡ്. ഈ മോശ ചെയ്തതിനെ ഒരിക്കലും ക്യാൻസലാക്കി കളയുന്നില്ല ആര്? യോശുവ. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? സോ വി റീഡ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. യോശുവ 1:8 നമ്മളിപ്പോൾ വായിച്ചത്. ജീസസ് നെവർ ക്യാൻസൽ ദ ലോ. ന്യായപ്രമാണം കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും വെട്ടിക്കളഞ്ഞില്ല, ക്യാൻസലാക്കി കളഞ്ഞില്ല. ബട്ട് ഹി കൺഫേംസ്, ഹി എക്സ്പ്ലെയിൻസ് ആൻഡ് സ്ട്രെങ്തൻസ് the law again and again in the gospel. സുവിശേഷങ്ങളിൽ അവനതിനെ വീണ്ടും ഉപമകളിൽ കൂടെ അവനതിനെ വിശദീകരിച്ച് ഉദാഹരണങ്ങളിൽ കൂടെ, കർഷകന്റെ ഉദാഹരണം, വിത്തിന്റെ ഉദാഹരണം, കാര്യവിചാരകത്വത്തിന്റെ ഉദാഹരണം, അങ്ങനെ ധാരാളം ഉപമകളിൽ കൂടെ എല്ലാം കർത്താവ് യേശു ക്രിസ്തു അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് കമന്ററി ആയിരുന്നു. ഇതിന്റെ ഒരു കമന്ററിയാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന്. അവൻ ജീവിച്ചു, അത് നമുക്ക് അവൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. Here the question is it possible to enter the promised land of our inheritance through the work of the law or by the grace through faith alone? അതുകൊണ്ട് മോശയുടെ പ്രമാണത്തെ പിടിച്ചുകൊണ്ട് നിനക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. The answer is no. The answer is a big no. We enter the promised land through grace by faith, but we remain and live in the land by obeying the law. നമ്മൾ കനാൻ നാട്ടിൽ രക്ഷയിലേക്ക് കയറുന്നത് കൃപയാലല്ലോ, വിശ്വാസം മൂലം ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ ഞാൻ നിലനിൽക്കുന്നതും, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുന്നതും, ഞാൻ അവിടെ റിമെയിൻ ചെയ്യുന്നതും, ഞാൻ അവിടെ ഉൾനടുന്നതും, ഞാൻ അവിടെ ഫലം കായ്ക്കുന്നതും എങ്ങനെയാണ്? ഇതനുസരിക്കുമ്പോഴാണ്. 34:9 വായിക്കുന്നു. നൂന്റെ മകനായ യോശുവ കൈവച്ച് അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, മോശ തന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ട് അടുത്തൊരു തലമുറയെ ഉയർത്തുന്നു. മോസസ് ഹാൻഡഡ് ഓവർ ഹിസ് മാന്റിൽ ടു ജോഷുവ. And if we are able to entrust the mantle to our next generation, our departure from this earth will be success. It is not that we do everything on this earth. ഈ ഭൂമിയിലുള്ള എല്ലാ സുവിശേഷ വേലയും എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഏൽപ്പിച്ച ആ ഒരു ചെറിയ പോർഷൻ ഉണ്ട്, എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൽ കൂടി വിശ്വസ്തയോടെ നമ്മൾ ഓടുക. അത് ഓടിയതിനു ശേഷം ഈ മാന്റില്, ഈ പുതപ്പെടുത്ത് ഒരു എലീശയുടെ പുറത്തിട്ടതുപോലെ അടുത്തൊരു ജനറേഷനെ നമ്മൾ എഴുന്നേൽപ്പിക്കുക. നമ്മൾ ഈ വചന പഠനത്തിൽ കൂടെയൊക്കെ ഞാൻ വാസ്തവമായിട്ടും ആഗ്രഹിക്കുന്നു ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ഈ വചനത്തിന്റെ ആഴങ്ങളെ അടുത്തൊരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം നായകന്മാരായിട്ടും അഭിഷക്തന്മാരും എഴുന്നേൽക്കട്ടെ. ബി ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് വി ഡു ആൻഡ് നീഡ് to raise a generation to continue the spiritual legacy. നമ്മൾ വെച്ചിട്ട് പോകുന്ന ആ ലെഗസി ഉണ്ടല്ലോ, നമ്മുടെ പിന്നാലെ വരുന്ന ലെഗസി എന്നുള്ള വാക്കിന്റെ എന്റെ മലയാളം എന്താ പറയാ, നമ്മൾ വെച്ചിരിക്കുന്ന ആ ധനം അതെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. തന്നെയല്ല, മോശയുടെ ജീവിതത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, മോശ പെർഫെക്റ്റ് അല്ലായിരുന്നു, പക്ഷെ ഗോഡ് വാസ് പെർഫെക്റ്റ്. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല എന്ന് കാണാൻ സാധിക്കും. മോശ തുടങ്ങിയത് മിനിസ്ട്രി എവിടാ? കർത്താവേ, ഞാൻ പ്രാപ്തനല്ല, എനിക്കൊന്നും കഴിയത്തില്ല, ഞാൻ വിക്കുള്ള നാവുള്ളവനാ, ഞാൻ തടിച്ച നാവുള്ളവനാ. 40 വർഷം മോശ സംസാരിച്ചു ഈ വിക്കുള്ള നാവും കൊണ്ട്. ഫിലിപ്പിയർ 1:4 വായിക്കുന്നു, നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ആവർത്തന പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിൽ വായിക്കുന്നു, യഹോവ അഭിമുഖമായിട്ട് അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഫേസ് ടു ഫേസ് ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചു. ആ മോശ ആരാണ്? യോഹന്നാൻ 1:18 വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രനായ ക്രിസ്തുവാണ് മോശ ടിപ്പിഫൈ ചെയ്യുന്നു. പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ, മുഖാമുഖം കണ്ട പുത്രൻ, അതെ പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ 34:1 നമ്മൾ വായിച്ചു. അതെ, 1 മോശ ഉയരത്തിലേക്ക് പർവ്വതത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് മോശ പറയുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ എൻ്റെ മക്കളെ ഒന്ന്
ഗോത്രങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചോട്ടെ. ചില മിഡ്രാഷിൽ വായിക്കുന്ന അങ്ങനെ, നിനക്ക് മരിക്കാൻ സമയമായി പൊയ്ക്കോ എന്ന് പറയുമ്പോൾ മോശ പറയും, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഈ അനുഗ്രഹമല്ലേ ഇവരെ ഒന്ന് അനുഗ്രഹിച്ചോട്ടെ. ലൂക്കോസ് 24:51 ഇങ്ങനെയാ വായിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച്. അനന്തരം യേശു അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കൽ അവനവരെ വിട്ടുപിരിഞ്ഞു. അവൻ സ്വർഗാരോഹണം ചെയ്തു. അനുഗ്രഹിച്ചതിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു അതേ ഉയരങ്ങളിലേക്ക് കടന്നുപോയി. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. മോശ ഇസ്രായേൽ ഗോത്രത്തിൽ വിശ്വസ്തനായിരുന്നു. യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. യേശു തന്നെ നിയമിച്ചാക്കിയ തൻ്റെ സഭയുടെ മേലെ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് യേശു വിശ്വസ്തനാണ്. ഇവിടെ ഇതാ മോശയിലും വലിയവൻ, ഇവിടെ ഇതാ യോശുവയിലും വലിയവൻ. നമുക്ക് അവങ്കിലേക്ക് നോക്കാം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഈ വചനങ്ങളാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഉയർത്തുവാനായിട്ട് കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച്, മർമ്മങ്ങളെക്കുറിച്ച്, യേശുവിൻ്റെ ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, പ്രാറാനിൽ വെളിപ്പെടുന്ന, സെയ്യരിൽ വെളിപ്പെടുന്ന ദൈവത്തെക്കുറിച്ച്, ഹല്ലേലൂയ, അഗ്നിപ്രമാണം, ആ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠത ഇന്ന് രാത്രി നമുക്ക് ഗ്രഹിപ്പാനിടയായി തീർന്നു. മിറാക്ക, ബ്ലെസ്സിങ്. എന്താണ് അനുഗ്രഹം? അനുഗ്രഹം എന്ന് പറയുന്നത് വാങ്ങി കൂട്ടി കയ്യിൽ വെക്കുന്നതല്ല, പിന്നെയോ നമ്മൾ അനുഭവിച്ചതിൻ്റെ ബാക്കി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നത്. അതാണല്ലോ അനുഗ്രഹം. എത്ര ആഴമേറിയ സത്യങ്ങളെ നമുക്കിന്ന് രാത്രി കേൾക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരങ്ങളെ തന്നു. പ്രിയാജിത്തങ്ങൾ ഈ ക്ലോസിംഗ് പ്രയറിനായിട്ട് സ്തോത്രം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമല്ലോ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. ഞാൻ ദൈവവചനം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവം നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അവസാനമായി പ്രിയാൻ്റി പറഞ്ഞ കാര്യം, നമ്മളിത് കേട്ട് അനുഭവിച്ച് ഇരിക്കുന്നതല്ല, മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ, പുതിയ തലമുറകളെ ആ സ്പിരിച്വൽ ലെഗസി നമുക്ക് ആത്മീക പൈതൃകം മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ശേഷം നമ്മുടെ തലമുറകൾ ഈ കൈമാറ്റം ചെയ്യുവാൻ, ആ ഒരു സ്തോത്രം, ഒരു വളരെ നമ്മിൽ നിന്ന് ഒരു ഗ്രേറ്റ് ഇമ്പാർട്ടേഷൻ സ്തോത്രം, അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ആഴമേറിയ ചിന്തകളാണ് ഇന്ന് രാത്രി നമ്മൾ ഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ, വാഴ്വുകൾ ദൈവജനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ അഭിഷിക്തദാസിയോടും ദൈവജനം കേട്ടടിയങ്ങളോട് എല്ലാവരോടും കൂടെ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ദൈവദാസനോടും കുടുംബത്തോടും നിങ്ങളെല്ലാവരോടും കൂടെ ദൈവസഭയോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ബുധനാഴ്ച കൂടെ നമുക്ക് തിരുവചന പഠനത്തിനായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം